പഠിത്തം എന്ന് പറയുന്നത് ഒരു 50% മാത്രമേ നമുക്ക് ഈ എഡ്യൂക്കേഷൻ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള 50% അവർ ജീവിതമാണ് പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി വരുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു അച്ഛനും അമ്മയും ആങ്ങളെയും എല്ലാം നമ്മളൊക്കെയാണ്. നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിലേ നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് ഇഷ്ടപ്പെടുത്തുള്ളൂ. അവരെ കേൾക്കാൻ തയ്യാറാവണം. അതാണ് മെയിൻ. ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അവർ എല്ലാ രീതിയിലും അവരുടെ കൂടെ ആയിരിക്കണം. പക്ഷേ അതേ ബഹുമാനം അവർക്ക് കിട്ടണം. എത്ര അധ്യാപകർ അതിന് വേണ്ടി തുനിയുന്നുണ്ട്. ഒരു ടീച്ചിങ് നിങ്ങളുടെ ഒരു പാഷനാണെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് പോകുക. ഈ വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനും അവർക്ക് അതായിട്ടുള്ള അർഹതപ്പെട്ട നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസാണ്. ഇപ്പോൾ എനിക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, അത് ഞാൻ എക്സാമിന് മുമ്പ് തീർത്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകരുണ്ട് ഒരുപാട് പേര്. നമസ്കാരം, മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് PB ബിനു ആണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ബിനു, നമസ്കാരം. ചെയർമാൻ ബ്രോ എന്നാണ് താങ്കളെ വിദ്യാർത്ഥികൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ആ വിദ്യാർത്ഥികൾ പെരുമാറുന്നതും കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ. അങ്ങയുടെ കലാലയത്തിലെ വിദ്യാർത്ഥികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കലാലയത്തിലുള്ള എല്ലാ കലാലയത്തിലെയും വിദ്യാർത്ഥികൾ അവർ ഒരു കോഴ്സ്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളാകുമ്പോഴത്തേക്കും ഒരു കോഴ്സ് പഠിച്ച് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതോടൊപ്പം ഈ 4 വർഷക്കാലം അല്ലെങ്കിൽ ചിലപ്പോൾ 3 വർഷം, ഒരു ഡിഗ്രി ഇപ്പോൾ 4 വർഷം പുതിയ സിലബസ് ബേസ് ചെയ്താക്കിയിട്ടുണ്ട്. 4 വർഷം പഠിക്കാൻ വരുമ്പോൾ ഈ പഠിത്തത്തോട് ഒപ്പം നമുക്ക് പഠിത്തം എന്ന് പറയുന്നത് ഒരു 50% മാത്രമേ നമുക്ക് ഈ എഡ്യൂക്കേഷൻ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള 50% അവർ ജീവിതമാണ് പഠിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹോസ്റ്റൽ ജീവിതമാണെങ്കിൽ എങ്ങനെ, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛൻ്റെയൊക്കെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ അവർ വന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ പരിചയമില്ലാത്ത 4 പേര്. അപ്പം മറ്റുള്ള ആ 4 പേരോട് എങ്ങനെ നമ്മൾ ഇഴുകിച്ചേർന്ന് നിൽക്കാം. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടിലാവുമ്പം രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മ വന്ന് ബെഡ് മടക്കിയിട്ട് കൊടുക്കുന്നു, രാവിലെ അച്ഛൻ അല്ലെങ്കിൽ അവരെ സ്കൂളിൽ കൊണ്ടാക്കുന്നു, അതേപോലെ അമ്മ ഫുഡ് വാരി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വളർന്നു വന്ന കുട്ടികളാണ് ഇവർ. ഈ ഒരു ജീവിത രീതിയിൽ നിന്ന് മാറി നമ്മുടെ കോളേജിലേക്ക് വരുമ്പോൾ ആ ഹോസ്റ്റൽ ലൈഫിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളൊക്കെ എപ്പോഴും കുറച്ച് ദൂരെ ആയിരിക്കുമല്ലോ, ഇപ്പോൾ നഴ്സിങ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ. അപ്പോൾ അവർ ആ ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് അവർ പുറത്തേക്ക് പോകുമ്പോൾ അവർ പോകുന്ന പല രാജ്യങ്ങളിലേക്കായിരിക്കാം. അപ്പം ഇപ്പോൾ സ്വന്തം ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലുള്ള ഒരു കുട്ടിയായിരിക്കും ചിലപ്പം ഇന്ന് റൂമിൽ നിൽക്കുന്നത്. അപ്പം അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരുത്തർ അടുത്തൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫിലിപ്പീനി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളൊരു രാജ്യത്തിലെ ഒരു ലേഡി ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പഠനകാലം തൊട്ട് തന്നെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ കുട്ടികളോടൊത്ത് നമ്മൾ മാനേജ്മെൻറ്റ് ഭാഗത്ത്, ഇപ്പം ചെയർമാൻ മാത്രമല്ല, അതിന് പ്രിൻസിപ്പൾ, അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും ഒന്നിച്ച് ഈ കുട്ടികളോടൊപ്പം തന്നെ അവർക്ക് വേണ്ട, അവരുടെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി വരുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു അച്ഛനും അമ്മയും ആങ്ങളെയും എല്ലാം നമ്മളൊക്കെയാണ്. അപ്പം നമ്മൾ അവരോട് ആ ഒരു സ്നേഹം കാണിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ തയ്യാറാവണം. അതാണ് ഈ സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മെയിനായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണത്? നമുക്ക് മെയിനായിട്ട് വരുന്നത് BSc നഴ്സിംഗ്, BSc കാർഡിയാക് ടെക്നോളജി 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. BSc ഡയാലിസിസ്, റേഡിയോളജി, അതേപോലെ മെഡിക്കൽ ലാബ് ടെക്നോളജി, അതേപോലെ നമ്മുടെ BSc ഒപ്റ്റോമെട്രി, കണ്ണിനെ കുറിച്ചുള്ള പഠനം, അതേപോലെ ഇങ്ങനെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ, MBA, പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് കോഴ്സായിട്ടുള്ള BBA ഏവിയേഷൻ, MBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, MBA ബിസിനസ് അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള കുറേ കോഴ്സുകളും നമ്മുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്. എനിക്ക് ഈ സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഞാൻ പല വിദ്യാർത്ഥികളോടും ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, മികച്ച അധ്യാപകർ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മറ്റു പല കോളേജ് മാനേജ്മെൻറ്റുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുവാനും അതിൽ പ്രാവീണ്യമുള്ള അധ്യാപകരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? തീർച്ചയായിട്ടും ഈ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരൊരിക്കലും ഒരു അധ്യാപകനായിട്ട് പഠിക്കുന്ന ഒരു ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. പ്രത്യേകിച്ച് നമ്മളിപ്പം നമ്മുടെ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർ TTCയോ അങ്ങനെ DED അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സുകൾ അവർക്ക് പഠിച്ചിട്ട് BEd പഠിക്കണം, MEd ഒക്കെ വരെ പഠിക്കാം. അതായത് അതിന് വേണ്ടി ടീച്ചിങ്ങിന് വേണ്ടിയിട്ടൊരു കോഴ്സുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ കൂടുതലായിട്ട് വരുന്നത്.
പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ കോളേജുകളിൽ മെയിനായിട്ട് അവർ UGCയുടെ നോംസ് അനുസരിച്ച് ഒന്നുകിൽ അവർ PhD വരെ പഠിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ അധ്യാപകരാക്കാം. അതല്ലെങ്കിൽ അപ്പോൾ ഈ പുതിയ പുതിയ കോഴ്സുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്രയും PG പഠിച്ച് PhD പഠിച്ചവരെയൊക്കെ ലഭ്യത കുറവായിരിക്കും. ഇപ്പം നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ MSc നേഴ്സസ് മതി. MSc നേഴ്സിംഗ് പഠിച്ചവർക്ക് BSc നേഴ്സിങ്ങിനെ പഠിപ്പിക്കാം. പക്ഷേ ഇവരുടെ വിഷയം അവർ BSc നേഴ്സിംഗ് പഠിച്ചത് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, MSc നേഴ്സിംഗ് പഠിക്കുന്നത് ചിലപ്പം ഒരു നേഴ്സിംഗ് ഒരു ഹോസ്പിറ്റലിൽ ഒരു സൂപ്രണ്ടായിട്ടിരിക്കാൻ MSc നേഴ്സിംഗ് മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ട് ഒരു അധ്യാപകനാവുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ എങ്ങനെ സൈക്കോളജിക്കലായിട്ട് അവരെ നമ്മുടെ ഒരു സബ്ജക്റ്റ് സിലബസ് അവരെ പഠിപ്പിക്കാമെന്നോ എന്നുള്ളൊരു അറിവുകളും അവർക്കില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ MSc നഴ്സിംഗ് പഠിച്ചിട്ട് വന്നിട്ടുള്ള അധ്യാപകരെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ MSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഒക്കെ വന്ന്, തമിഴ്നാട്ടിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും, കർണാടക, ആന്ധ്ര, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഈ ആന്ധ്രയിൽ നിന്നൊക്കെ MSc നഴ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ അത് ആ ഒരു MSc പഠിച്ചതിൻ്റെ ആ സിലബസ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പഠിച്ച സ്ഥാപനത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എത്ര തരത്തിൽ വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം, അതായത് നമ്മളിപ്പോൾ MScയും PhD ഒക്കെ കണ്ട് അല്ലെങ്കിൽ MEdും PhD ഒക്കെ കണ്ട് ഒരു അധ്യാപകനെ അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് പഠിപ്പിക്കുന്നതിൽ അവർക്ക് ആ ഒരു വിഷയത്തിൽ അറിവില്ല എന്നൊരു തോന്നൽ ഏതെങ്കിലും സമയത്തുണ്ടായിട്ടുണ്ടോ? ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചൊരിക്കലും ഇവരെ നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കോമൺ ആയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് വാങ്ങിച്ചെന്നോ അല്ലെങ്കിൽ എത്ര റാങ്ക് വാങ്ങിച്ചെന്നോ നോക്കാതെ ഈ വന്ന ഫാക്കൽറ്റി ഒരു ഡെമോ ക്ലാസ് അറേഞ്ച് ചെയ്യുക. ഈ കുട്ടികളുടെ മുമ്പിൽ പോയിരുന്ന ഒരു സിലബസ് കൊടുത്തിട്ട് അവരോട് ഒരു 15 മിനിറ്റ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളും കൂടെ പോയി അതിൻ്റെ ബാക്കിലിരിക്കും. ഇരുന്നിട്ട് ഇവരുടെ ഇൻട്രാക്ഷനാണ് ഇവർ എത്രത്തോളം കുട്ടികൾക്ക് ചോദിക്കുന്നത്. നമ്മൾ തന്നെ കുറച്ച് ചോദ്യങ്ങളും അതിനകത്ത് വെച്ചിരിക്കും. ഈ ചോദ്യങ്ങൾക്ക് അവരെങ്ങനെ മറുപടി കൊടുക്കുന്നു, എങ്ങനെ കുട്ടികളെ ഈ ഓരോരോ സ്റ്റുഡൻസിനെ എത്ര പേരെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്, ഈ കുട്ടികളിലേക്ക് ഇവർക്ക് കൂടുതലായിട്ട് ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ അവിടെ ഓരോ ടീച്ചേഴ്സിനെയും നമുക്ക് എടുക്കുന്നത്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. എങ്കിലും മാക്സിമം നമ്മളിപ്പം ഞാൻ മാക്സിമം ടീച്ചേഴ്സിനെ എടുത്തെങ്കിൽ പോലും മന്ത്ലി ഓൺസ് ഞാൻ ഈ സ്റ്റുഡൻസിന് പോയിട്ട് ഫീഡ്ബാക്ക് എടുക്കുമെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ചോദിക്കും. അതല്ലെങ്കിൽ അവർക്കൊരു പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആരും അവരുടെ പേരോ നെയിമോ ഒന്നും എഴുതണ്ട, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഉള്ള ഏത് സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് 1-2 വാർണിംഗ് കൊടുത്ത് അവരെ എങ്ങനെ ചേഞ്ചസ് വരുത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. വീണ്ടും വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക്, കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അധ്യാപകരിൽ പലരും ഈ അപ്ഡേറ്റ് ആവുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ കേരളത്തിലെ സിലബസും അപ്ഡേറ്റ് ആവുന്നില്ല. ഈ തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണ് മറ്റേ സിലബസ് ഒക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ടോ? അത് ഇതിൽ നമുക്ക് സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സിലബസ് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ സബ്ജക്റ്റ് ബേസ് സിലബസ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷേ സൈക്കോളജിക്കലി ആയിട്ടുള്ള കുട്ടികളുടെ ക്യാരക്ടർ, നമ്മൾ പഠിച്ച കാലത്തെ സമയത്തുള്ള കുട്ടികളുടെ ക്യാരക്ടർ അല്ല ഇപ്പോഴുള്ളത്. അപ്പം കൂടുതലായിട്ടും അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അതേ രീതി, പ്രത്യേകിച്ച് ഒരു സിലബസൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ആവേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇന്ന് AI കാലഘട്ടമാണ്. കാരണം കൂടുതലായിട്ടും നമ്മൾ ഈ ഓരോ വിഷ്വലായിട്ട് തന്നെ അവരെ പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പോർഷൻ ആണെങ്കിൽ പോലും ഈസി അല്ലേ. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ നമ്മളൊരു സിനിമ കാണുന്നത് 100% നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് സാർ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്കൂറത്തേക്ക് അത് നമുക്ക് എഴുതി വെക്കാം. നമുക്ക് എന്തുകൊണ്ട് ഈ സിലബസ് അങ്ങനെ പഠിപ്പിച്ചുകൂടാ? ഒരു സബ്ജക്റ്റ് നമുക്ക് ഈ ഒരു വിഷ്വലൈസ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു AI പോലെ അല്ലെങ്കിൽ വീഡിയോ പോലെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർ പഠിച്ചെടുക്കും. നമ്മൾ ഈ പോയിരുന്നൊരു ബുക്ക് വായിക്കുന്നതും ഒരു സിനിമ കാണുന്നതും തമ്മിൽ വ്യത്യാസമാണ്. അപ്പം ഇതേപോലെ തന്നെ ഈ ടീച്ചിങ് സ്റ്റാഫിനെ അപ്ഡേറ്റ് ചെയ്യണം. പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്? ആദ്യം അവർ നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ ഈ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിലേ നമ്മൾ പഠിപ്പിക്കുന്ന സിലബസ് ഇഷ്ടപ്പെടത്തുള്ളൂ. അതാണ് മെയിൻ വിഷയം. ആദ്യം ഈ കുട്ടികളോടുള്ള ഒരു സമീപനം മാറണം. നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മളവരോട് വളരെ സ്ട്രിക്റ്റായിട്ട് പെരുമാറിയിട്ട് കാര്യമില്ല. നമ്മൾ ആ കുട്ടികൾക്ക്, ഇപ്പം നിങ്ങൾ കുട്ടികളെ വഴക്ക് പറയണം. ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികളൊരു തെറ്റ് കാണിച്ച വഴക്ക് പറയണം. മാക്സിമം ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയത്തിന് കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ ആ കുട്ടിയെ വിളിച്ചിട്ട് ആ വഴക്ക് പറഞ്ഞിട്ട് വിലങ്ങ് പോകും. കുട്ടിയുടെ ശരിയാണ്, ആ കുട്ടി ചെയ്ത് ശരിയാണെന്നാണ് അവൻ്റെ മനസ്സിലിരിക്കുന്നത്. അതിനെ വഴക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ അവരെന്ത് വിചാരിക്കുന്നത്? ഞാൻ ചെയ്തത് ശരിയാണ്, എന്നെ എന്തിനു വഴക്ക് പറഞ്ഞു? പക്ഷേ ആ കുട്ടിയോട് പോയിട്ട് കുറച്ച് നേരം നീ ചെയ്തത് കൊണ്ടുള്ള വിപത്ത് എന്താണെന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ അതൊരു തെറ്റാണെന്നും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ ഇവര്. ഈ ദേഷിച്ച മുഖത്തോടു കൂടി അവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ വീണ്ടും ആ കുട്ടിയുടെ മനസ്സിൽ
എനിക്കാണോ ഇത്രയും എൻ്റെ കൂട്ടിരുന്ന സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡെസ്കിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്ന ആയിക്കോട്ടെ. അപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞിട്ട് പോയി. അവനെ ഒന്ന് വിളിച്ചിട്ട് മോനെ ഡെസ്കിൻ്റെ പുറത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്രയും വരുന്ന ആൾക്കാർ നമ്മുടെ കോളേജിനെ കുറിച്ച് അല്ലെങ്കിൽ നിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി ഉറപ്പായിട്ടും വീണ്ടും അത് കാണിക്കത്തില്ല. അതേപോലെ ഈ സ്റ്റുഡൻറ്റിന് ആ സ്റ്റാഫിനോട് ദേഷ്യമായിരിക്കും. പിന്നെ ആ ദേഷ്യമുള്ള സ്റ്റാഫ് പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് പിന്നെ അവൻ ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ കുട്ടികളോട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വേണം. മാക്സിമം ഈ ടീച്ചേഴ്സിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കുട്ടികളോട് അങ്ങ് ഫ്രണ്ട്ലി ആയിട്ട് നിന്നാൽ ഇവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനൊന്നുമല്ല. ഈ കുട്ടികൾ നാളെ സിലബസ് അവർക്ക് ഒരു സബ്ജക്റ്റ് എഴുതി അവർക്കത് മാർക്കില്ലെങ്കിൽ അവരാരെയും കുറ്റം പറയുന്നത് എന്നെ പഠിപ്പിച്ചില്ലെന്നേ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഈ കലാലയത്തിൽ എനിക്ക് തോന്നുന്നു ചില അധ്യാപകരൊക്കെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ കൂടി ഡാൻസ് ഒക്കെ കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇപ്പം റെസ്പെക്ട് ചെയ്യുന്നത്, ഇപ്പം ഒരു ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അവർ എല്ലാ രീതിയിലും അവരുടെ കൂടെ ആയിരിക്കണം. പക്ഷേ അതേ ബഹുമാനം അവർക്ക് കിട്ടണം. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. തീർച്ചയായിട്ടും ആ ബഹുമാനം അവർക്ക് കിട്ടണമെങ്കിൽ അവര് ഈ നമ്മൾ ഈ പറയുന്ന ടീച്ചർ സ്റ്റുഡൻസിനെ റെസ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമ്മളെ കണ്ടിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്ന ഒരാളോട് നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നും. ഈ പണ്ടത്തെ ചില സിനിമകളിലൊക്കെ പറയുന്നത് ഞാൻ പണ്ടത്തെ 10ാം ക്ലാസ്സുകാരനാണ്ട എന്ന് പറയുന്ന ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് കാരണം വെച്ചാൽ അന്നത്തെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ MAക്ക് തുല്യമാണെന്ന് പല ആളുകളും പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകർ നിലവാരം പുലർത്തിയിരുന്നു. അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ നോളജ് അവർക്കുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ നല്ല അധ്യാപകരാൽ പഠിപ്പിക്കപ്പെടാത്ത വിദ്യാർത്ഥികൾ അധ്യാപകരായിട്ട് വരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഈ ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന നമ്മൾ പറയുന്ന പോലെ ഓരോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് അതാത് സീസൺ ബേസ് ചെയ്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞതുപോലെ ഇപ്പം മാക്സിമം ടീച്ചറാവാൻ ഇപ്പം എനിക്ക് ഒരു എയ്ഡഡ് സ്കൂളുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ ഈസിയാണ് എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലൊരു സ്കൂളുണ്ടല്ലോ എനിക്കൊരു കുറച്ച് കാശ് കൊടുത്താൽ ഒരു സ്കൂളിൽ കയറ്റാൻ ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സഭകൾക്കും അതേപോലെ ഈ ഈ ഹിന്ദു അങ്ങനെയൊക്കെ എല്ലാവർക്കും ഓരോ ജാതികൾക്കൊക്കെ ഓരോരോ സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സ്കൂളിലൊക്കെ ഇപ്പം 10ഉം കുറച്ച് പേയ്മെൻ്റൊക്കെ വാങ്ങിച്ച് അവർ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമുള്ളവരെന്ത് ചെയ്യും, എന്നാൽ മോനെ നീ അത് ഇതുപോലെ BEd എടുക്കുക അല്ലെങ്കിൽ MAd എടുക്കുക, നമുക്ക് വേണമെങ്കിൽ ആ സ്കൂളിൽ കാശ് അങ്ങനെ പഠിച്ചിറങ്ങി നിന്നിട്ട് ഇവരെ സ്കൂളിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ഇവർക്ക് ആ പ്രൊഫഷനോട് ഒരു ആത്മാർത്ഥയും കാണത്തില്ല. കാരണം അവർ കാശ് കൊടുത്ത് അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. ആ ഒരു ഗർവ് പല അധ്യാപകരിലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ പ്രൊഫഷണൽ മാനേജ്മെന്റ് കോഴ്സുകൾ നടത്തുന്ന പല കോളേജുകളിലും അതുപോലെ പല +1 +2 സ്കൂളുകളിലും ഒക്കെ 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ഡൊണേഷൻ മേടിച്ചിട്ടാണ് അവിടെ അധ്യാപകരെ നിയമനം നടത്തുന്നത്. പിന്നെ ഞാൻ 30 ലക്ഷം കൊടുത്ത് മേടിച്ച ജോലിയാണ് എനിക്ക് തന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാ മാസം ശമ്പളം കിട്ടുന്ന ഒരു മാനസികാവസ്ഥ പല അധ്യാപകരിലും ഉണ്ട് തോന്നുന്നല്ലേ. ഈ ടീച്ചർക്ക് അവർക്കറിയാം അവർക്ക് ഈ ഒരു പേയ്മെന്റ് കൊടുത്തിട്ട് കിട്ടുന്ന ജോലി ആയതുകൊണ്ട് അവരെ ഒരിക്കലും മാറ്റത്തില്ലെന്ന് അവർക്കറിയാം. നമുക്കൊരു ചേഞ്ച് ഈ കുട്ടികളുടെ അഭിപ്രായം അനുസരിച്ച് ഈ സ്റ്റാഫിനെ മാറ്റം വരുമെന്നൊരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമമോ കൊണ്ടുവന്നാൽ ഈ സ്റ്റാഫുകളെല്ലാം ചേഞ്ച് ആവത്തില്ലേ? ഈ അധ്യാപകർക്ക് ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്വാളിറ്റി ചെക്കോ കാര്യങ്ങളോ നടത്താറുണ്ടോ? നമ്മൾ ഇങ്ങനെ എയ്ഡഡ് സ്കൂളുകളിൽ പൈസ കൊടുത്ത് കയറുന്ന അധ്യാപകർക്ക് എങ്ങനെ അവര് പെർമനന്റ് ആവാം അല്ലെങ്കിൽ എങ്ങനെ അടുത്ത ഒരു ഗ്രേഡിലേക്ക് പോവാൻ നല്ലത് എത്ര ഗവൺമെന്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം തേടാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജ് ആയതുകൊണ്ട് എനിക്കത് ചെയ്യാം. എനിക്കിപ്പം ഞാൻ എന്തായാലും ഈ കുട്ടികളുടെ കാശ് വാങ്ങിച്ച് ഈ കുട്ടികളുടെ ഫീസായിട്ട് കിട്ടുന്ന പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ് ഈ അധ്യാപകർക്ക് ഞാൻ സാലറി കൊടുക്കുന്നത്. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ മികച്ച അഭിപ്രായങ്ങളാണ് അധ്യാപകരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്തൊന്നും ഒരു തർക്കം ആർക്കില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തലത്തിൽ ഈ അധ്യാപകരെ ഇപ്പോൾ പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ എയ്ഡഡ് ആയിക്കോട്ടെ അൺഎയ്ഡഡ് ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഈ അധ്യാപകർക്ക് 2-3 വർഷം കൂടുമ്പോൾ ഇവരുടെ ഒരു ഗുണനിലവാര പരിശോധന നടത്താനുള്ള അത് കൊണ്ടുവന്നാൽ ഈ അധ്യാപകരെല്ലാം വളരെ മികച്ചതാവും. നമുക്കിപ്പം ഒരു വിദ്യാർത്ഥി ഇപ്പം ഇഷ്ടമില്ലാത്ത അധ്യാപകർ എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അധ്യാപകരെല്ലാവരും ഇഷ്ടപ്പെടണം. അതിനെന്താണ് അവിടെ സംഭവിക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല? അവരുടെ ക്യാരക്ടറാണോ അല്ലെങ്കിൽ അവരുടെ ചേഞ്ചസ് ആണോ അവരുടെ രീതിയാണോ? നമുക്കത് മനസ്സിലാക്കാമല്ലോ. അത് അവരേതിലാണെങ്കിൽ അവരത് ചേഞ്ചസ് അവർക്ക് ക്ലാസ്സുകളുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും മേ ബി ഈ അധ്യാപകർക്കെല്ലാം ഗവൺമെൻറ്
ക്ലാസ്സുകൾ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ അതൊക്കെ ഉൾപ്പെടുത്തണം. ഈ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ നോക്കണം, വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. പുതിയ പുതിയ ജനറേഷൻ കടന്നു വരുമ്പോഴത്തേക്കും അവർക്കുണ്ടാവുന്ന ചേഞ്ചസ്. ഇപ്പം പഴയ രീതിയിൽ ഒരിക്കലും കുട്ടികളെടുത്ത് നിയമങ്ങൾ മാറിയില്ല ഒരുപാട്. ഇപ്പം വടിയെടുത്താൽ പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ അധ്യാപകർക്ക് എല്ലാ വർഷവും പരിശീലനം നൽകുന്നുണ്ട്. പക്ഷെ ഈ പരിശീലനം നൽകുന്ന ആളുകളെ കുറിച്ചും ചില ആക്ഷേപങ്ങൾ വരാറുണ്ട്. കാരണം ഈ അലറി വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല ഈ എന്താ പറയുക ഈ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലീനമായിട്ട് വിദ്യാർത്ഥി നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടായിട്ടുള്ള അത് കുട്ടികളിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിനെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ട് അവർക്കൊരു ഒരു സൈക്കോളജിക്കൽ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബിനു പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് അധ്യാപകർക്ക് കൊടുക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ചിലപ്പം നമ്മൾ ഈ പറയുന്ന ഇപ്പം അറിയാലോ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് കടന്നു വരുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ ഡ്രഗ്സിന്റെ എല്ലാം ഉപയോഗം പോലും നമ്മൾ ഈ വിദ്യാർത്ഥികളെ ഈ അധ്യാപകർ കണ്ടാൽ മനസ്സിലാവണം. എത്ര അധ്യാപകർ അതിന് വേണ്ടി തുനിയുന്നുണ്ട്. ഈ നമ്മൾ ഈ ടീച്ചിങ് നടത്തുമ്പോഴും ക്ലാസ്സിന് വരാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളെയും അവർക്ക് മനസ്സിലാവും. ഒരു ക്ലാസ്സിൽ നമ്മളൊരു ക്ലാസ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടികളുമായിട്ട് അവർക്ക് അവരുടെ പേരൻസിനോട് വിളിച്ച് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കാനോ എത്ര അധ്യാപകർ മുതിരുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു സിലബസ് തന്നിട്ടുണ്ട്, അത് ഞാൻ എക്സാമിന് മുമ്പ് തീർത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകരുണ്ട് ഒരുപാട് പേര്. നമ്മൾ അതിനേക്കാളുപരി അവർ അവർ ചെയ്യുന്ന തൊഴിലിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ എപ്പോഴും നമ്മൾ പഠിപ്പിച്ച സബ്ജക്റ്റുകൾ എല്ലാ കുട്ടികളും ചിലപ്പോൾ എല്ലാവർക്കും തിയറിക്കലായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും ഓരോരോ കഴിവുകളാണ്. അപ്പം അവർക്ക് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ഈ മാർക്ക് കുറവുള്ള കുട്ടികൾ ഇന്റേണൽ എക്സാം ഇടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഒരു സ്വാഭാവികമായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ട് ഈ സ്കൂളുകളിൽ ഈ 10ാം ക്ലാസ്സും ഒക്കെ 10ാം ക്ലാസ് ഇരിക്കുന്ന പ്രീ ഡിഗ്രി വരെയൊക്കെ ഇപ്പോൾ +1 +2 ആണ്. അപ്പോൾ ഈ അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ആത്മബന്ധം എന്തായിരുന്നു? ചില അധ്യാപകരൊക്കെ എങ്കിലും അത് സ്കൂളിലെ വിദ്യാർത്ഥികളെ പല ഇതായിട്ട് തിരിച്ചിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ 4, 5, 6 അധ്യാപകർ ഒരു ക്ലാസ്സിൽ ഒന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവില്ലോ. അപ്പോൾ ഈ അധ്യാപകരിൽ പലരും ഇവരുടെ വീടുകളിൽ പോകാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പേഴ്സണൽ ഒരു ഹൗസ് വിസിറ്റ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടോ? ഇപ്പോഴത്തെ ഈ സമയത്തൊക്കെ ഇപ്പോഴത്തെ ഇതിൽ പൂട്ടാൻ പോകുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഓഫർ കൊടുക്കാറുണ്ട്. ഈ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് സാലറി പിടിച്ചിട്ട് അവർക്ക് ബസ് വിട്ടു കൊടുക്കുന്നു. ഇപ്പോഴല്ല അത് നോക്കേണ്ടത്. ഇത് ഓരോ വിദ്യാർത്ഥികളെയും നമ്മുടെ സ്കൂളിൽ വരുമ്പം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക, അവരുടെ അച്ഛനും അമ്മയുടെയും പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇതെല്ലാം ഈ കുട്ടികളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ കുട്ടികളുടെ പഠിത്തത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെന്ന് നോക്കി ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇപ്പം ഒരാൾക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ആ രോഗിയെക്കുറിച്ച് ഫുള്ള് മനസ്സിലാവണമല്ലോ. ഈ വരുന്ന ഓരോ സ്റ്റുഡന്റിനും അവർക്ക് അതായിട്ടുള്ള അർഹതപ്പെട്ട നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസാണ്. ഈ സർവീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് ഒരാളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാത്ത ഒരുപാട് അവർക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പ്രോബ്ലത്തിലായിരിക്കും കൂടുതലായിട്ട്. ഈ വിദ്യാർത്ഥികൾക്ക് പേഴ്സണൽ കൗൺസിലിംഗും കാര്യങ്ങളും ഒക്കെ സ്കൂളുകളിൽ നൽകേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും നമ്മളത് എന്തെങ്കിലും ഒരു പ്രോബ്ലം നടന്നു കഴിഞ്ഞിട്ടല്ല അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ഇവര് എവരി ഇയർ അല്ലെങ്കിൽ ഒരു 3 months ഓരോ കുട്ടികൾക്കും പേഴ്സണലായിട്ട് ഒരു കൗൺസിലർ അവർക്ക് വേണ്ട അവരെ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസിന് ഇവർ ഒഴിവാകും. കാരണം ഇവർക്ക് മെന്റലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ നിന്നൊക്കെയുള്ള ഓരോ വിഷയങ്ങൾ ഇവർ തുറന്നു പറയാൻ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എത്ര സ്കൂളുകളിലുണ്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ അവരാണ് നിശ്ചയിക്കേണ്ടത് അവിടെ വെക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുക്കണോ. എനിക്കൊന്ന് വിദ്യാർത്ഥികളെ പോലെ തന്നെ ഈ അധ്യാപകരും മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുണ്ടോ? മൊബൈൽ എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു അവയവം പോലെ ഒഴിവാക്കാനാവാത്ത. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ആദ്യം തേടുന്ന മൊബൈലായിരിക്കും. അപ്പം ഈ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അതൊരു സിലബസിൽ കൊണ്ടുവരണ്ടേ? നമ്മുടെ സിലബസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിന്റെ ചെയർമാനായിട്ട് ഇരുന്നോട്ട് പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിലബസ് പോലും ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം മനുഷ്യന് ആവശ്യമുള്ള എത്ര കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഒരു ആദ്യം പഠിപ്പിക്കേണ്ട മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത്. ഈ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ നല്ല വശങ്ങൾ എന്താണ്, ചീത്ത വശങ്ങൾ എന്താണെന്ന് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സിലബസിൽ പറയുന്നുണ്ടോ? ഇല്ല. ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് അവരെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതെന്തോ വലിയ തെറ്റായിട്ടുള്ള രീതിയിലാണ് ഈ സ്കൂളുകളിൽ രണ്ട് പേരിൽ നിന്ന് സംസാരിച്ച് ഈ ഒരു +2 വരെ അല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഹോർമോൺ ആ ഒരു രീതിയിൽ അവർ പെരുമാറുമെന്ന് വരെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകത്തില്ല. ഓരോരോ കാര്യങ്ങളും നമ്മൾ ആദ്യം വേണ്ടത് ഈ സിലബസിനകത്തുള്ള ചേഞ്ചസ് മാറ്റം വരുത്തുക. അതേപോലെ ഫോണിന് അഡിക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഫോൺ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോണിൻ്റെ ടൈമിങ് കാര്യങ്ങൾ, അതേപോലെ ഓരോ
ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒത്തിരി ഉപയോഗങ്ങളുള്ള സാധനമാണ് ഫോൺ. അതേപോലെ തന്നെ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അധ്യാപകർ എനിക്ക് തോന്നുന്നു ഈ സമൂഹം എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതിലൊരു പ്രധാന തലമുറയെ വാർത്തെടുക്കേണ്ട അതിന്റെ ഏറ്റവും കൂടുതൽ അത് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ അധ്യാപകർ. ഓക്കെ, അധ്യാപകരോട് അവസാനമായിട്ട് എന്താ ഒരു ഉപദേശമായിട്ട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു ടീച്ചിങ് നിങ്ങളുടെ ഒരു പാഷനാണെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് പോവുക. ഒരിക്കലും ഒരു സമ്പത്തുണ്ടാക്കാനുള്ള വഴിയായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ മറ്റുള്ള ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ട ഒരു വലിയ കർത്തവ്യമുള്ള ഒരു ജോലിയാണ് ടീച്ചിങ്. അപ്പം ടീച്ചിങ് നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പറയാം, ഇപ്പം ഒത്തിരി പഴയ ആചാര്യന്മാർ ടീച്ചിങ് ചെയ്യുന്ന അറിയാമല്ലോ, പഴയ വിദ്യാഭ്യാസ രീതിയിലൊന്നും ഒരിക്കലും ഒരു സമ്പത്തുണ്ടായിട്ടല്ല. അവരുടെ അറിവുകൾ പകർന്നു കൊടുക്കുക. ഇത്ര വർഷങ്ങളോളം അവർ തപസ്സിരിക്കുകയും അല്ലെങ്കിൽ അതേപോലുള്ള രീതിയിൽ അവർ ആർജിച്ച അറിവുകളാണ് അവർ താളിയോലയിൽ എഴുതി വെക്കുകയും അവർക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ പഴയ പുതിയ രൂപമാണ് ഇന്നത്തെ ടീച്ചിങ് മേഖല നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഒരിക്കലും അതിനെ അങ്ങനെ ഒരു ജോലിയായിട്ട് കാണുന്ന അതിനോട് എനിക്ക് ഒരൊട്ടും യോജിപ്പില്ല. നിങ്ങൾ ജോലിയായിട്ട് ഒരുപാട് ജോലികളുണ്ട് ഈ നാട്ടിൽ. അപ്പം നിങ്ങൾ അതിനെ ആ ജോലിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകും. നിങ്ങളുടെ ഒരു പാഷനാണ് ടീച്ചിങ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിലേക്ക് പോകുക എന്നാണ് തന്നെ. ഓക്കെ, നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. നമ്മുടെ അധ്യാപകർ നല്ല രീതിയിൽ വിദ്യാർത്ഥികളോട് പെരുമാറാനും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടി തങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ രാജ്യത്തിന് സംഭാവന ചെയ്യുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.